Please like and subscribe. അപ്പോൾ എല്ലാവർക്കും റാൻഡം റൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളൊരു യാത്രയാണ് നാട്ടിലേക്ക്. മൈസൂർ വഴി ബന്ദിപ്പൂര്, ഗൂഡല്ലൂര്, നാടുകാണിച്ചുരം വഴി നിലമ്പൂർ വഴി നാട്ടിലേക്ക്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മൈസൂർ ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി മൈസൂർ എത്തി. മൈസൂർ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യണത്. ഇന്നലെ രാത്രിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ ഒന്നും എടുത്തില്ല. മൈസൂർ വഴി എല്ലാവർക്കും അറിയുന്ന കാരണം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പകലെ എന്നിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കൂടെ പോകുന്ന അടിപൊളി വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വെച്ചിട്ട് ഇന്ന് കാലത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എല്ലാം ഇത് പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ പരിപാടിയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ച് കാണാം. അങ്ങനെതാ നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടൽപേട്ട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയ്ക്ക് എന്ത് പ്രത്യേകിച്ച് ലക്ഷ്യം ഇതൊന്നുമില്ല. ഈ പെട്ടെന്ന് ഇങ്ങനെ തോന്നി, അപ്പം അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങി, അത്രേ ഉള്ളൂ. ബന്ദിപ്പൂർ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യാത്ര, അത്ര ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. ഇപ്പം പറയില്ലേ, റോഡും ഞാനും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. നമുക്ക് എന്ത് ചിന്തിക്കാൻ ഇതിനൊക്കെ നല്ല സമയമുണ്ട്. നമ്മൾ മാത്രമായിട്ട് റോഡും ബൈക്കും നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ, ഞാനങ്ങനെ അധികം സ്പീഡിലൊന്നും പോകുന്നില്ല കേട്ടോ. മെല്ലെ ഇങ്ങനെ ഓടിച്ച്, അതായത് നമുക്ക് ആ യാത്ര എൻജോയ് ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ സ്പീഡിൽ പോയിട്ട് ഇത്ര സമയത്തിനകത്ത് ആ പരിപാടി എനിക്കില്ല. നമ്മളങ്ങനെ മെല്ലെ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിതാ ഇവിടെ എത്തി. ഇവിടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കടുവയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷേ സാധാരണ എത്ര നാൾ പോയിട്ട് എനിക്കിതൊരു ബന്ദിപ്പൂർ അങ്ങനെ കടുവേനെയൊന്നും കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം, ഈ യാത്രയിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് നോക്കി നോക്കാം. സാധാരണ പക്ഷേ മൃഗങ്ങളെ കാണുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം കാണണ്ട ഇതുപോലെ കാട് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇത് തന്നെ എനിക്ക് ഒരു തെറാപ്പിയാണ് ശരിക്കും. ഇതിങ്ങനെ കാട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മരങ്ങളുടെ ഫുൾ രണ്ട് സൈഡിലും മരം, അതൊരു നമ്മൾ ബൈക്ക് റേസ് ചെയ്ത് ഇങ്ങനെ മെല്ലെ ഓടിച്ച് ഇങ്ങനെ പോവുക. കണ്ട അവിടെ ആരോ വണ്ടി നിർത്തിയിട്ടുണ്ട്. സാധാരണ കാട്ടി പോകുമ്പോൾ ആരെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിചാരിക്കും അവിടെ എന്തോ മൃഗമുണ്ട്, അവിടെ എന്തോ ആനിമൽ സൈറ്റിംഗ് ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വർത്താനം പറയാൻ നിർത്തിയതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവരെയും കവർ ചെയ്തിട്ട് നമ്മളിതാ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നീലാകാശം പച്ചക്കിളച്ച് വന്ന് ഭൂമിയിൽ പറഞ്ഞ പോലെ ആ പാട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇടാം. ഊഹൂ എന്നൊരു പാട്ടൊക്കെ ഇല്ലേ. ഇതുപോലത്തെ വണ്ടികൾ വന്നാലാണ് പ്രശ്നം. ഈ ലോറിയും കാര്യങ്ങളൊക്കെ ഇടയിൽ വന്ന് വിടും. അപ്പം കുറച്ച് പണിയാണ്. അതൊരു അർബാനി എന്നെ ക്രോസ് ചെയ്ത് പോയി. നല്ല അടിപൊളി വണ്ടിയാട്ടോ അത്. ടൂർ പോകാൻ ഇതിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഈ അടിപൊളിയാണ്. ഇപ്പം നമ്മളിതാ കുറേ ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടത് നമ്മുടെ ഫ്രണ്ടിലൊരു ബൈക്കർ തന്നെയാണ്. ഒരു മൃഗങ്ങളെ കണ്ടില്ല എന്നാണ് ഒരു മയിൽ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയാണ്, എന്നാലും നമുക്കിവിടെ ഒരു മയിലിൻ്റെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. അത് കുരങ്ങന്മാർ ഇതൊക്കെ വണ്ടി നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. തലയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ആൾക്കാർ നിൽക്കാറില്ലേ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ കയറി ഇതാവും. ഇതിപ്പോൾ നമ്മളിത് മുതുമല, അതായത് കർണാടകയുടെ സെക്ഷൻ കാട് കഴിഞ്ഞു. ഇനി നമ്മൾ തമിഴ്നാടിൻ്റെ സെക്ഷനിലേക്ക് കയറുകയാണ്. ഇതിൽ കേരളത്തിൻ്റെ ഇതിലേക്കും കയറുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, കേരളത്തിൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച കാഴ്ച. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച കാഴ്ച. കുറേ മാൻകൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാൻകൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ശരിക്കും ഒറിജിനൽ മാൻകൂട്ടാണ്, മറ്റേ മാൻകൂട്ടല്ല. MLA മാൻകൂട്ടല്ല, അത് ശരിക്കുള്ള മാൻകൂട്ടാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളി മാൻകൂട്ടം കുറേ ഉണ്ട്. ഒരെണ്ണത്തിന് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വളർത്തായിരുന്നു. അപ്പം ആ മാൻകൂട്ടത്തിനെയും പിന്നിലാക്കിയിട്ട് നമ്മളിത് വീണ്ടും ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് കാടിൻ്റെ നിയമം. പക്ഷേ ചില സമയത്ത് ഈ കണ്ടില് വണ്ടിക്കാർ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ സകല ക്ഷമയും നശിക്കും. അവർ പ്രത്യേകിച്ച് കാട്ടിലും JCB ട്രാക്ടറൊക്കെ വന്ന് കെടുക്കുന്നുണ്ട് കേട്ടോ. ആ രണ്ട് സൈഡിലെ പുല്ല് നോക്കി. ഈ സമയത്ത് കാട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. എന്താ പറയുക, ഒരു ചെറിയൊരു മഴയും ഇതൊക്കെ ആയിട്ടേ നല്ല അടിപൊളി. ആ പുല്ല് കണ്ടില്ലേ, രണ്ട് സൈഡിലും പുല്ല് കണ്ടില്ലേ, നല്ല രസമല്ലേ കാട് കാണാൻ. പക്ഷേ അധികം സ്പീഡിൽ പോകാൻ പറ്റും. ഇഷ്ടം പോലെ ഹമ്പാണ് കേട്ടോ, അതൊരു വേറെ കാര്യം. ഹമ്പുകൾ നോക്കിയേ എത്ര എണ്ണ നോക്ക്. കുറെ ഒന്നും എനിക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് കാണണമെന്നറിയില്ല. കുറച്ചൊക്കെ ക്യാമറയിൽ കിട്ടണുള്ളൂ. പിന്നെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ബൈക്കൊക്കെ നമുക്ക് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. കാരണം കാടിൻ്റെ ഉള്ളിൽ നിർത്താൻ പാടില്ല എന്നാണ് കാടിൻ്റെ നിയമം. പക്ഷെ നമുക്കിത് ആദ്യമായിട്ടാണ്. എനിക്കിത് മാൻകൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇത്ര അടുത്ത് കണ്ട, ഇത്ര അടുത്ത് മാൻകൂട്ടങ്ങളെ കിട്ടണത് ആദ്യമായിട്ടാണ്. എത്ര എണ്ണം നോക്കി നോക്ക്. അക്രമാട്ടോ, എന്തോരത്.
അത്രയും പുല്ലുള്ള കാരണം, ഈ റോഡ് സൈഡിൽ പുല്ല് ഉള്ള കാരണം എല്ലാം തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡിനോട് ചേർന്ന് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടാ അവിടെ ഒക്കെ എല്ലായിടത്തും ഈ ഏരിയ മുഴുവൻ ഇത് തന്നെ മാൻ തന്നെയാണ്. കാരണം അതുകൊണ്ട് എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തി കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ മെല്ലെ പോണേ. നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും മാൻകൂട്ടങ്ങളെ പിന്നിലാക്കി ഇതാ മുന്നോട്ട് പോയിക്കൊണ്ട്, പിന്നിലാക്കും തോറും ഇവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക തന്നെയാണത്. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ഇഷ്ടം പോലെ മാൻകൂട്ടങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ആനേനെയൊക്കെ കണ്ടിരുന്നെങ്കിൽ സന്തോഷമായേനെ. നമ്മൾ തമിഴ്നാടിൻ്റെ വണ്ടികൾ വീണ്ടും ഓവർടേക്കിംഗ്, എല്ലാം ഓവർടേക്ക് ചെയ്യുന്നു. തമിഴ്നാടിൻ്റെ വണ്ടി. അങ്ങനെ നമ്മൾ ഏകദേശം യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഏകദേശം ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ പരിപാടിയും ചെയ്യുക. ഇതാണ് മസനഗുഡിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് മറ്റേ പോണ വഴി മുതലമട സ്ഥലം. അപ്പോൾ ഓക്കെ, താങ്ക്സ് അഗൈൻ.